ശരി, ഞാനേ ഒരു ഒറ്റയ്ക്കൊരു സിനാരിയോട് ചോദിക്കട്ടെ. അതായത് ഗിഫ്റ്റി, സ്പെയിനും ഫ്രാൻസും അതൊരു എക്സ്ട്രാ ടൈമിലേക്കോ അല്ലെങ്കിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്കൊക്കെ പോകേണ്ടി വന്നാൽ അവിടെ ഒരു ആധിപത്യം, മേധാവിത്വം ആർക്ക് കിട്ടുമെന്നാണ് കരുതുക? എക്സ്ട്രാ ടൈമിലോട്ടോ അതോ പെനാൽറ്റിയിലോട്ടോ? എനിക്ക് തോന്നുന്നു ഫ്രാൻസ് ആയിരിക്കും കുറച്ചുകൂടി ആധിപത്യം ജയിക്കാൻ വേണ്ടി. ഈ 90 മിനിറ്റിൽ സ്പെയിൻ ജയിച്ചാൽ മാത്രമേ സ്പെയിന് ജയസാധ്യത കൂടുതൽ ഞാൻ കാണുന്നുള്ളൂ. അതെന്ന് വെച്ചാൽ ഫ്രാൻസ് എപ്പോ ആണെങ്കിലും ഡേഞ്ചർ സൃഷ്ടിക്കാനുള്ള ടീമാണ്. അത്രയും ബെഞ്ച് സ്ട്രെങ്ത് ഉണ്ട്. ഇപ്പൊ ഇറങ്ങുന്നവരാണെങ്കിലും ഭയങ്കര ഡേഞ്ചറാണ്. ബാർക്കോള ആണെങ്കിലും അതുപോലെ ഡുവെ ആണെങ്കിലും ഭയങ്കര ഡേഞ്ചറാണ്. എപ്പോ ആണെങ്കിലും എന്ത് സൃഷ്ടിക്കാനുള്ള സ്കോഡും ഉണ്ട്, ബെഞ്ച് സ്ട്രെങ്ത്തും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എക്സ്ട്രാ ടൈമോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതലും എനിക്ക് ഫ്രാൻസിനാണ് സാധ്യത കൂടുതൽ. ഈ ഒരു 90 മിനിറ്റ്സ് ആണ് സ്പെയിന്റെ ജോസ്ബണ്ണ പറഞ്ഞ പോലെ അവര് പന്ത് ആധിപത്യത്തോടെ ബോൾ പൊസിഷൻ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രാൻസിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിൽ സ്പെയിന്റെ റോഡ്രി ഡിഫൻസീവ് അറ്റാക്കിൽ ഒരേപോലെ കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ഭയങ്കര ഇന്റലിജന്റ് ആണ്. ടീമിനെ മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ കേൾപ്പുള്ള ഏറ്റവും ഒരു ബെസ്റ്റ് മിഡ്ഫീൽഡർ ആണ് ഇപ്പോഴത്തെ വേൾഡില്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്പെയിൻ കളിച്ചു കഴിഞ്ഞാൽ 90 മിനിറ്റിൽ ജയിക്കണം. അതല്ലെങ്കിൽ ഇതേ അഭിപ്രായം തന്നെയാണോ ജോസഫിനുള്ളത്? സ്പെയിൻ 90 മിനിറ്റിൽ തീർത്താൽ തീർത്തു, അല്ലെങ്കിൽ ഫ്രാൻസിന് സാധ്യത എഡ്ജ് കൂടും എന്നുള്ളതാണോ? പെനാൽറ്റിയിലേക്ക് പോയാൽ അവിടെ ഫ്രാൻസിനാണ് സാധ്യത. 120 മിനിറ്റ്സിലും ഞാൻ സ്പെയിൻ ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. കാരണം സ്പെയിൻ ഫ്രാൻസിനെ ഇട്ട് കുറെ ഓടിക്കും. വിത്ത് ഓഫ് ദ ബോൾ അവർക്ക് കുറെ കഷ്ടപ്പെടേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ പൊസഷൻ സ്പെയിൻ നിലനിർത്തും എന്നുള്ളത് കൊണ്ട് തന്നെ അവരധികം ടയേർഡ് ആവില്ല. 90 മിനിറ്റ്സ് ആണെങ്കിലും 120 മിനിറ്റ്സ് ആണെങ്കിലും അവിടെ സ്പെയിൻ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ അവർ ഗോൾ ആരടിക്കും എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ലമീൻ യമാൽ ഫോമിലേക്ക് എത്തണം. കഴിഞ്ഞ കളിയിൽ ഒരു ഫോമിന്റെ ഒരു സൂചന കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ 120 മിനിറ്റ്സ് വരെ ഞാൻ സ്പെയിനെ എഴുതി തള്ളില്ല. പക്ഷേ ഫ്രാൻസിന്റെ ആ ഒരു ഗോൾ അടിക്കാനുള്ള മികവ് അത് നമുക്ക് ഒരിക്കലും അവഗണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചെറിയ അവസരങ്ങളിൽ പോലും അവർ ഗോൾ അടിക്കും. എന്നാലും 120 മിനിറ്റ്സ് വരെ സ്പെയിന്റെ സാധ്യത നിലനിൽക്കുന്നു. റൈറ്റ്. ഇനി ഞാൻ പോകുന്നത് അർജന്റീന ഇംഗ്ലണ്ട് രണ്ടാം സെമി ഫൈനലിലേക്കാണ്. ഞാൻ അർജന്റീന ആരാധനയിൽ തന്നെ തുടങ്ങാം. ഗിഫ്റ്റി, ഈ അർജന്റീന ടീമിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ അൽമാഡയുടെ വരവ്, ഒപ്പം ലോപ്പസ്, ഇവരൊക്കെ, പിന്നെ യൂലിയൻ, ഇവരൊക്കെ ഒരു വല്ലാത്ത പ്രകടനം നടത്തുന്നുണ്ട്. പക്ഷേ പ്ലേയിങ് 11 സ്റ്റിക്ക് ഓൺ ചെയ്തു സ്കലോണിന്ന്. പക്ഷേ ഈ വിമർശനം ഒരുപാട് സ്കലോണിക്ക് കേട്ടു കേട്ടോ ഇന്നത്തെ മത്സരശേഷം. അതേ സമയത്ത് തന്നെ ഇപ്പോൾ ആസിം വെങ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുപാട് പ്രശംസിക്കുന്നത് കണ്ടു. സ്കലോണിയുടെ തീരുമാനങ്ങളാണ് ആ മത്സരം ജയിപ്പിച്ചത്, കളത്തിലെ ജയത്തേക്കാൾ ഉപരിയെന്ന്. എന്താണ് ഗിഫ്റ്റിയുടെ അഭിപ്രായം? ഈ സെമി ഫൈനലിൽ ഒരു നിലവിൽ പോകുന്ന ടീമിനെ മാറ്റിക്കൊണ്ടൊരു പുതിയ പ്ലേയിങ് 11 കൊണ്ടുവരാൻ സാധ്യതയുണ്ടോ സ്കലോണി? ഇല്ല, ഒരിക്കലും ഒരു ഫസ്റ്റ് 11 വിളിച്ചിട്ട് ഒരു പുതിയ ടീം ഉണ്ടായി കഴിഞ്ഞാൽ അവർ അത്ര വട്ടം സെറ്റ് ആവാൻ സാധ്യത വളരെ കുറവാണ്. ഒരിക്കലും സ്കലോണി അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ സ്കലോണി എടുക്കുന്ന ഒരു ഫസ്റ്റ് 11 തന്നെ അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നതാണ് എന്റെ അഭിപ്രായം. പിന്നെ സ്കലോണിന്റെ സെക്കൻഡ് ഹാഫ് ചേഞ്ചുകളാണ് കളിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് സൃഷ്ടിക്കുന്നത്. ഗോൺസാലോസും അതുപോലെ തന്നെ ലൗതാരോ മാർട്ടിനസും വരുമ്പോഴാണ് ഇപ്പൊ 4-4-2 അർജന്റീന തുടങ്ങുന്നത്. അതിനുശേഷം ആ രണ്ട് വിങ് ബാക്കിനെ ചേഞ്ച് ചെയ്തതിനു ശേഷമാണ് ഗോൺസാലോസ് നടക്കുന്നത്. അപ്പൊ ഒരു വിൻ ബാക്ക് റോളിലാണ് കളിക്കുന്നത്. കൂടുതലും 3-5-2 അങ്ങനെ ആ സിസ്റ്റത്തിനോട് മാറി കഴിഞ്ഞാൽ അറ്റാക്കിന് കൂടുതലും കോൺസെൻട്രേഷൻ കൊടുക്കും. അതൊരു 80 മിനിറ്റിന് ശേഷമാണ് ഈ ഒരു കളി വരുന്നത്. അപ്പൊ കൂടുതൽ ഇപ്പൊ അർജന്റീന നോക്കിയാൽ 80 മിനിറ്റിന് ശേഷമാണ് അർജന്റീന ശരിക്കും ഒരു പെർഫോമൻസിലോട്ട് വരുന്നത്. അതുവരെ അർജന്റീന ഗോൾ അടിച്ചാലും അർജന്റീന വളരെ ഡിഫൻസിലോട്ട് ഓറിയന്റഡ് കളിക്കുന്ന രീതിയാണ് കാണുന്നത്. പക്ഷെ 80 മിനിറ്റിന് ശേഷം വേറെ രീതിയിൽ മെസ്സി ആണെങ്കിലും കുറച്ച് ഫോം കൂടും. എല്ലാ പ്ലേയേഴ്സും കുറച്ചുകൂടി ഒരു മോറലി അപ്പാവും. എനിക്കൊരു കാരണം ഒന്ന് യൂണിറ്റി നല്ലോണം ഉണ്ട്. ഇപ്പൊ കോച്ചായിട്ടും പ്ലേയേഴ്സ് ആയിട്ടും നല്ലൊരു യൂണിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റിൽ അവര് വിട്ടുകൊടുക്കാനൊന്നും തയ്യാറല്ല. ഇപ്പം ഫൈറ്റ് ചെയ്യാൻ അവര് ടീം ഒന്നായിട്ട് ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ തോന്നുന്നത് എനിക്ക്. ജോസഫ്, ഈ മൊളീനയുടെ കാര്യത്തിലും മറ്റൊന്ന് റോഡ്രിഗോ ഡീപോൾ, ഈ രണ്ടുപേരുടെ പെർഫോമൻസിലാണ് ഞാൻ സംശയം രേഖപ്പെടുത്തുന്നത്. ഇവരുടെയും പൊസിഷൻ സേഫ് ആണെന്നാണോ? റോഡ്രിഗോ ഡീപോളിന്റെ കാര്യത്തിൽ ഇതിനോടകം തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ടല്ലോ. അവിടെ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് കുറവാണ് എന്നുള്ളതാണ് ശരിക്കും. ഒരു പ്രോപ്പർ വിങ്ങർ ഉണ്ടോ അറ്റാക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ വിങ് ബാക്ക് ഉണ്ടോ അറ്റാക്ക് ചെയ്ത് ഓവർലാപ്പ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന ഒരു വിങ് ബാക്ക് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം സ്കലോണിക്കോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ള സ്ക്വാഡിൽ നിന്നും പുള്ളി ഉത്തരം കണ്ടെത്തുകയാണ്. ഇനി സിമിയോണെ അവിടെ പരീക്ഷിക്കണമോ എന്നുള്ള ചോദ്യം വേണമെങ്കിൽ ശ്രമിക്കാം. പക്ഷെ ഒരിക്കലും റോഡ്രിഗോ ഡീപോളിനെ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നില്ല. ഈ പറഞ്ഞതുപോലെ അവരുടെ ഒരു സെറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ അങ്ങനെ വലിയ മാറ്റം വരത്തില്ല. വേണമെങ്കിൽ പിന്നെയും ഫുൾ ബാക്കിൽ മൊളീനെ മാറ്റി മോണ്ടിയലിനെ പരീക്ഷിക്കണമെങ്കിൽ ചെയ്യാം. എന്നാൽ പോലും
ഇങ്ങനെ ഒരു ബിഗ് മാച്ചസിന് മുമ്പ് ഒരു സെറ്റായ ടീമിനെ പൊളിക്കാൻ സാധ്യതയില്ല. പിന്നെ ഈ അവസാന 10 മിനിറ്റ് വരെ കളി പോകുമോ എന്നുള്ളൊരു ചോദ്യം. അതിനു മുമ്പേ ഇംഗ്ലണ്ടിന് തീരുമാനമാക്കാൻ പറ്റുകയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാവും. കാരണം അർജന്റീന എണീക്കുന്നതിന് മുമ്പേ കളി തീർത്തു കഴിഞ്ഞാൽ ശരി, രക്ഷപ്പെട്ടല്ലോ. ഇതുവരെ കളിച്ച ടീമുകൾ പോലെ അല്ല എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ യൂണിറ്റി എന്നുള്ള ഒരു ഫാക്ടർ അത് വളരെ വലുതാണ്. ഇപ്പം ഇന്നത്തെ മത്സരത്തിന് ശേഷം ജൂഡ് ബെല്ലിംഗ്ഹാം പ്രസ് കോൺഫറൻസിൽ തുഷേൽ പറഞ്ഞ പോലെ അല്ല കാര്യങ്ങൾ, കളിച്ചാലേ അറിയത്തുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് അവിടെ അപസ്വരങ്ങളുണ്ട് എന്നും ചൂണ്ടിക്കാണിക്കുന്നു. എന്താണെങ്കിലും കാത്തിരിക്കാം. ഇനി ഞാൻ ഈ ഇംഗ്ലണ്ടിന്റെ ഡിഫൻസിലേക്കാണ്. ഡിഫൻസാണ് ഇംഗ്ലണ്ട് അല്പം തലവേദന പിടിച്ച കാര്യമായിട്ട് നിൽക്കുന്നത്. അവിടെയാണ് ലയണൽ മെസ്സിക്കോ അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ എത്തുന്ന ലൗതാരക്കോ അല്ലെങ്കിൽ ഇപ്പോൾ യൂലിൻ്റെ ആ ഗോൾ ഒരു ബ്രില്യൻ ഗോളാണ്. അപ്പോൾ അത് നൽകുന്നൊരു ആത്മവിശ്വാസമൊക്കെ ചെറുതാവില്ലല്ലോ. അപ്പോൾ ഈ ഇംഗ്ലണ്ടിന്റെ ഡിഫൻസിലേക്ക് എന്താണെങ്കിലും വിങ്ങുകളിലൂടെ കയറാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അർജന്റീനയുടെ ഇതുവരെയുള്ള മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട് ഓരോ മത്സരം കഴിയുമ്പോഴും എന്നുള്ളതും സംശയമില്ല. പക്ഷേ ഈ ഡയഗണലി തന്നെ കയറി പോകാനുള്ള ഒരു ശ്രമത്തിൽ എത്രമാത്രം പ്രതിരോധിക്കാൻ കഴിയും ഇംഗ്ലണ്ടിന്റെ ഡിഫൻസിന് ഗിഫ്റ്റി? തീർച്ചയായും എനിക്ക് തോന്നുന്നത് ഇപ്പൊ മെസ്സി അത് ഇപ്പൊ ഇത്രയും കാലം മെസ്സി മാത്രമാണ് ഗോൾ അടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ മക്ലെസ്റ്റർ അടിച്ചു, ലൗട്ടാറോ മാർട്ടിനസ് അടിച്ചു, അതുപോലെ ജൂലിയൻ ലെവസ് അടിച്ചു. അപ്പോ ഇപ്പൊ മെസ്സി ഒന്നും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നില്ല, ആര് വേണമെങ്കിൽ ഗോൾ അടിക്കും. അപ്പൊ അത് വന്നുകൊണ്ടൊരു അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നുണ്ട്. എന്നുവെച്ചാൽ മെസ്സി ഇപ്പോ എല്ലാ ബാക്കി പ്ലേയേഴ്സിനും കളിക്കാൻ വേണ്ടി ഒരു ലോക്കാണ് ഇപ്പൊ കൊടുത്തത്. ഇപ്പൊ മെസ്സി എന്റെ വിങ്ങിലോട്ട് മാറിയുന്ന മെസ്സിന്റെ കൂടെ ഒരു പ്ലെയർ മെസ്സി അവിടെ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോ ലൗട്ടാറൊക്കെ ആണെങ്കിലും അൽവാരസിനാണെങ്കിലും പോവാനുള്ള സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട്. അപ്പൊ ഇംഗ്ലണ്ടിന് എന്തായാലും എനിക്ക് ആ ഒരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അർജന്റീന അറ്റാക്ക് ചെയ്യും. അപ്പോ എന്തായാലും ഇംഗ്ലണ്ടിന് ഒരു പേടി എന്തായാലും ഉറപ്പായിട്ടുണ്ടാവും. ഒന്ന്, നമ്മൾ ഡിഫൻഡിങ് ചാമ്പ്യൻസ് ആണ്, അതുപോലെ മെസ്സിയാണ് ഓപ്പോസിറ്റ് ഉള്ളത്. മെസ്സി 90 മിനിറ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അത്ഭുതം ഉണ്ടാവും. അതിപ്പോ ഓപ്പോണന്റ് ടീമൊക്കെ അറിയാം, അർജന്റീനയ്ക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കൂടുതലും അറ്റാക്ക് മെസ്സിയെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം കളിക്കാറൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി അവരുടെ ഡിഫൻസ് പൊളിയാൻ സാധ്യത കൂടുതലാണ്. അവരാണെങ്കിൽ അത്ര ഓർഗനൈസ് ഡിഫൻസ് ഒന്നും അല്ല. എന്തായാലും നല്ല അറ്റാക്ക് വന്നാൽ ഈസി ആയിട്ട് ബീറ്റ് ആയി പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ വിങ്ങിൽ കൂടെ ആണെങ്കിലും സെന്ററിൽ കൂടെ ആണെങ്കിലും അറ്റാക്ക് ചെയ്യാൻ ചാൻസ് കിട്ടുമെന്നാണെങ്കിൽ ഇനി ജോസഫ്, ഇല്ല രസകരമായിട്ടുള്ള കാര്യം ലയണൽ മെസ്സിയുടെ അവസാന ലോകകപ്പാണ്. അദ്ദേഹത്തിന്റെ ആദ്യ ലോകകപ്പ് 2006. ഇതുവരെ ഇംഗ്ലണ്ടിനെതിരെ രാജ്യാന്തര മത്സരം കളിച്ചിട്ടില്ല. അതായത് സെമി ഫൈനലിലാണ്, അവസാന ലോകകപ്പിലെ സെമി ഫൈനലിലാണ് മെസ്സിക്ക് ഇംഗ്ലണ്ടിനെതിരെ അരങ്ങേറ്റം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മെസ്സി ആ ഇംഗ്ലണ്ട് ടീമിൽ ഓപ്പോസിറ്റ് കളിച്ചിട്ടുണ്ടാവുക ക്ലബ് തലത്തിൽ പോലും മിക്കവാറും ഹാരി കെയ്ൻ മാത്രമാകാനാണ് സാധ്യത. മറ്റൊരാളുമായി മത്സരിച്ചിട്ടുണ്ടോ എന്നുള്ളതും സംശയമാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു പുതിയ സിനാരിയോ ആണ് അർജന്റീന ടീമിനും ലയണൽ മെസ്സിക്ക് പോലും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല ഇന്ന ആൾക്കാരുടെ കാര്യങ്ങൾ. അതെങ്ങനെയായിരിക്കും ഒരു ആ മത്സരത്തിൽ അത് അഫക്ട് ചെയ്യുക? എങ്ങനെയായിരിക്കും അത് രസകരമായി വരിക? അർജന്റീന ഇംഗ്ലണ്ട് ഒരു കാലത്ത് ഒരു ഏറ്റവും വീറും വാശിയുമേറിയ റൈവലറി ആയിരുന്നു. പ്രത്യേകിച്ചും ആ ഒരു 98 തുടങ്ങി 2005 വരെയുള്ള കാലഘട്ടത്തിൽ കളിച്ച മത്സരങ്ങളെല്ലാം എപ്പോഴാണ് തലമുണ്ടാവുന്നതെന്ന് നോക്കിയിരിക്കുമായിരുന്നു. അതിനൊരു ശാന്തത കിട്ടി വരികയാണ്. അപ്പോൾ എന്തായാലും ഇപ്പൊ കുറേ കൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ്. ഇപ്പൊ മെസ്സിയെ ഒരിക്കലും നമുക്ക് മാർക്ക് ചെയ്ത് ഗെയിമിൽ നിന്ന് ഔട്ടാക്കാൻ പറ്റില്ല. ഇന്ന് സ്വിറ്റ്സർലൻഡ് നന്നായി കളിച്ചു എന്ന് പറയുമ്പോഴും അവസാന മിനിറ്റുകളിൽ അവർക്ക് പറ്റിയൊരു പാളിച്ച, മറ്റുള്ളവർക്ക് ഗോൾ അടിക്കാനുള്ള സ്പേസ് കിട്ടിയത് മെസ്സിയിലേക്ക് കൂടുതൽ ഫോക്കസ് പോകുമ്പോൾ മറ്റുള്ളവർക്ക് സ്പേസ് ഓപ്പൺ ആയി കിട്ടും. അപ്പൊ അങ്ങനെ ഒരു സാധ്യത നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല. അത് എത്ര പേര് മാർക്ക് ചെയ്താലും മെസ്സിയുടെ മാജിക്കിന് അങ്ങനെ ഒരു പരിമിതികളും ഇല്ല. അദ്ദേഹത്തിന് എപ്പോ വേണമെങ്കിലും ആ മാജിക്ക് പുറത്തെടുക്കാമെന്നുള്ള വസ്തുതയുമുണ്ട്. അത് രണ്ട് ടീമുകൾക്കും വ്യക്തമായിട്ട് അറിയാം. ഇനി മറുവശത്ത് ഹാരി കെയ്ൻ വെക്കേറ്റ് ചെയ്യുന്ന സ്പേസ് ആണ് എപ്പോഴും ജൂഡ് ബെല്ലിംഗ്ഹാം മുതലെടുക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അവർ തമ്മിലുള്ള ആ ഒരു പരസ്പര ധാരണ പലപ്പോഴും ഒരു ഡിഫറൻസ് മേക്കർ ആവുന്നുണ്ട് ഇംഗ്ലണ്ടിന്. ഇങ്ങനെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ഇന്ന് ആദ്യ പകുതിയിൽ നന്നായി വെള്ളം കുടിച്ചു. മധുവയ്ക്കൊക്കെ ഒന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്താണ് ചെയ്യുന്നതെന്ന്. ഡിഫൻസിൽ നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം മിസ്റ്റേക്കുകൾ. ജോൺ സ്റ്റോൺസ് ഓൾമോസ്റ്റ് ഒരു സൂയിസൈഡൽ മിസ്റ്റേക്ക് ബോക്സിൽ ചെയ്തു. അതുപോലെ നോർവേക്ക് ഒരു 2-on-1 അറ്റാക്ക് ഉണ്ടായിരുന്നു. അവിടെ സൊർലോത്ത് ഹാലൻഡിനെ കണ്ടെത്തിയിരുന്നെങ്കിൽ കളി മാറിയേനെ. അപ്പോൾ ഡിഫൻസിൽ ഇംഗ്ലണ്ടിന് തീർച്ചയായും വിള്ളലുകളുണ്ട്. പക്ഷെ മാർക്ക് ഗേഹി നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. ഇന്ന് പകരക്കാരനായി വന്ന ജെഡ് സ്പെൻസ്, ശരിക്കും ബെല്ലിംഗ്ഹാം ഇന്ന് 2 ഗോൾ അടിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ മാൻ ഓഫ് ദി മാച്ച് ജെഡ് സ്പെൻസ് ആണ്. അതുപോലത്തെ കളിയാണ് ജെഡ് സ്പെൻസ് ഒന്ന് കളിച്ചു. ഒത്തിരി ക്രിറ്റിസിസം നേരിടുന്ന പ്ലെയർ ആണ്. പക്ഷെ പുള്ളി കൊണ്ടുവരുന്ന ഒരു ഇമ്പാക്ട്, അതുപോലെ ഡാൻ ബേൺ അവസാനം കൊണ്ടുവന്ന ഒരു ഇമ്പാക്ട്, അങ്ങനെ ഇംഗ്ലണ്ടിന് ഒത്തിരി അധികം ഓപ്ഷൻസ് ഉണ്ട്. അത് ഒരു ന്യൂ എനർജി. മോർഗൻ റോജേഴ്സ് എന്ന് പകരക്കാരനായി വന്നു, അദ്ദേഹവും നല്ലൊരു ഇമ്പാക്റ്റാണ് കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ
അൺപ്രഡിക്റ്റബിലിറ്റി ഒരു സ്ഥലത്ത്, അറിഞ്ഞുകൂടാ എന്നുള്ളൊരു വസ്തുത വേറെ സ്ഥലത്ത്. അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ ഡയമെൻഷൻസ് കൊണ്ടുവരാൻ പറ്റും. ഒരേ രീതിയിലല്ല അവർ അറ്റാക്ക് ചെയ്യുന്നതെന്നുള്ളൊരു അഡ്വാൻറ്റേജ് അവർക്ക് എപ്പോഴും ഉണ്ട്. അർജന്റീനയ്ക്ക് ഇല്ലാത്തതും അതാണ്. എന്താണെങ്കിലും ഈ ഇംഗ്ലണ്ടിന്റെ ടീം അംഗങ്ങൾ കഴിഞ്ഞ ദിവസം CK വിനീത് പറഞ്ഞൊരു കാര്യം, നമ്മളെപ്പോഴും ഇംഗ്ലണ്ട് താരങ്ങൾ ഒരുപാട് എക്സ്പെക്ടേഷൻ വെക്കും. നമ്മൾ പ്രീമിയർ ലീഗിലെ ക്ലബ് തലങ്ങളിൽ കാണുന്ന ഇംഗ്ലീഷ് താരങ്ങളെ ആ നാഷണൽ ടീമിലേക്ക് എത്തുമ്പോൾ അത്രമാത്രം എക്സ്പെക്ടേഷൻ അവർ ഉയരാറുണ്ടോ എന്നുള്ളത് സംശയകരമാണ് പലപ്പോഴും. അതുതന്നെയായിരിക്കും ഒരുപക്ഷെ ഈ ലോകകപ്പിൽ നിർണായകമാകുക എന്ന് തോന്നുന്നു. ഇംഗ്ലണ്ട് അർജന്റീന സെമി ഫൈനൽ, അത് വ്യാഴാഴ്ച രാത്രി 12:30, ബുധനാഴ്ച 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. താങ്ക് യു സോ മച്ച് ഗിഫ്റ്റി ആൻഡ് ജോസഫ്, രണ്ടുപേരും അവരുടെ വിലയിരുത്തലുകൾ, പ്രതീക്ഷകൾ പങ്കുവച്ചതിന്. ഫുട്ബോളത്തിന്റെ സമയം പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ കാണാം. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.